ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സ്പൈഡർമാനെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ റിവ്യൂ ഒക്കെ വന്നിരിക്കുകയാണ്. കുറേ പേര് റിവ്യൂ ഇട്ടിട്ടുണ്ട്. എല്ലാം കിട്ടില്ല പടമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഭയങ്കര എന്താ പറയുക, വീട്ടിലിരിക്കുക പറ്റാത്തൊരവസ്ഥ. എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഒരു പടത്തിന് പോസ്റ്റ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒന്നാമത് നമ്മൾ ഫസ്റ്റ് ഡേ സിനിമ കാണുന്ന ആൾക്കാരാണ്. ഒരു അഭിപ്രായം വരണേക്കാട് മുമ്പ് തന്നെ സിനിമയെ കുറിച്ച് എങ്ങനെ അറിയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു പടത്തിന് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൺസെപ്റ്റ്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടിയില്ല. ഇനിയിപ്പോൾ അടുത്തത് എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ഒന്ന് പറഞ്ഞു പോയാലോ, അയ്യോ പറ്റില്ല ചൊല്ലിയിട്ട്, അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്താ പറയുക, നാളെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാളത്തെ ശനിയാഴ്ച ഒരു 7 മണിയുടെ ഷോ ഉണ്ട് ഇവിടെ തിയേറ്ററിൽ. അപ്പോൾ അവിടേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു എന്താ പറയുക, ഉള്ളിലൊരു ഇതാണ് എന്താ പറയുക, ഇങ്ങനെ എത്ര പേർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ പോസ്റ്റ് റിവ്യൂ വന്ന് ഞാൻ പെട്ടെന്ന് കാണണം. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒക്കെ പടമാണെങ്കിൽ എന്തായാലും മിസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ ഓഫ് കോഴ്സ് പോകും. ഞാൻ ലാലിനോടൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ മിസ് ചെയ്യാണ്ട് കാണാറുള്ളതാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ എന്താ പറയുക, ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ ഇപ്പോൾ ക്യാമിയോ വരുന്ന പടങ്ങളാണല്ലോ ഖലീഫയും ഇതും. ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല, പറ്റാച്ച കാരണം. ഇല്ലെങ്കിൽ ഇത് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മളെന്തായാലും എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് പതിയെ പോവുള്ളൂ. കാരണം ഈ ആ ഫസ്റ്റ് ഡേ കിട്ടണം, അതാണ് എൻ്റെ ഒരു കിക്ക്. അല്ലെങ്കിൽ പിന്നെ ട്രെയിലർ എനിക്ക് അത്ര ഇഷ്ടപ്പെടണം, അങ്ങനെ മാത്രമാണ് ഞാൻ പോവുള്ളൂ. അപ്പം പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ഫുള്ള് റിവ്യൂകളും ഇതൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു എന്താ പറയുക, എനിക്കൊരു തോട്ട് ഇങ്ങനെ ഇന്ന് പോകണോ വേണ്ടേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ പണിക്ക് പോകേണ്ടതല്ല, അപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും. ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നാളെ ആവട്ടെ പേടിക്കേണ്ട, ടെൻഷൻ വേണ്ട. എന്നെ തന്നെ ഞാൻ തന്നെ കാം ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പറയുക, നാളെ പോയാൽ മതി, നാളെ സിനിമയ്ക്ക് പോയാൽ മതി എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നാളെ പടത്തിന് പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നാളെ 7 മണിയുടെ ഷോയ്ക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ നാളെ വർക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പടത്തിന് പോകും, പടം കാണും. ഇത് എത്രത്തോളം വർക്കാവും എന്നറിയില്ല. ചില സമയത്തൊന്നും നമുക്ക് ടൈമിങ്ങിൻ്റെ ഒരു ഇത് കാരണം പോകാൻ പറ്റാറില്ല. ഏതായാലും കണ്ട് തന്നെ അറിയാം നാളെ. നാളെ രാത്രി കാണുകയാണെങ്കിൽ നമ്മുടെ സൺഡേ മൺഡേ വീഡിയോൻ്റെ ഒപ്പം നിങ്ങൾ ഉൾപ്പെടുത്തും. രാത്രി ഞാൻ വീഡിയോ ഇടാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഷോർട്സ് ആയിട്ട് എങ്ങനെ ഇടാൻ പറ്റാച്ചാൽ ഇടാം, ഉറപ്പില്ല. ഞാൻ മിക്കവാറില്ല. കാരണം ഞാനൊരു ഇപ്പം എന്താ പറയുക, ടൈം ടേബിൾ പോലെ വെച്ചേക്കുന്നത് എപ്പോഴും രാവിലെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും റിവ്യൂ എന്തായാലും സൺഡേ ഫൺഡേ വീഡിയോൻ്റെ ഉള്ളിൽ കൂടിയായിരിക്കും വരിക. നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഇത് പറയണതിൻ്റെ കൂട്ടത്തിൽ അറിയാലോ, വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മളെത്രയാണ് 98 കാണിക്കാൻ നോക്കണത്. 98 എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കട്ടെ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ശരി, അപ്പോൾ ബൈ.